കലോത്സവ നഗരിയിൽ പോലീസിൻ്റെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. കാരണം പലപ്പോഴും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പനയുടെ വേദിയിലൊക്കെ നല്ല തിരക്കനുഭവപ്പെട്ടപ്പോൾ അവർ നിയന്ത്രിച്ചതും ഒക്കെ പോലീസാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും നമുക്ക് സാറിനോട് ചോദിച്ചു തരും. സാറേ, കലോത്സവത്തിലെ പൊതുവെ നിങ്ങളുടെ സേവനം എങ്ങനെയായിരുന്നു? പൊതുവെ 5 ദിവസമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ തന്നെ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. അത് എല്ലാ സ്ഥലങ്ങളിലും പോലീസിനെ കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നമുക്ക് ലോക്കൽ പോലീസിന് പുറമെ AR പോലീസ് ഉണ്ടായിരുന്നു, വനിതാ പോലീസുമാരുണ്ടായിരുന്നു. സബ് ഡിവിഷനിൽ നിന്നും മറ്റ് പോലീസുകാരെയൊക്കെ ബഹുമാനപ്പെട്ട DPC അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കുട്ടി പോലീസിനെ കാര്യമായിട്ട് അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു സാർ? ഇല്ല, കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് കുട്ടികൾ നമ്മൾക്ക് മഞ്ചേശ്വരം സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നിരുന്നു. അവർ പല സ്ഥലങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു സാർ. സാർ നമസ്കാരം. സാർ, കലോത്സവ വേദിയിൽ പോലീസിൻ്റെ ഒരു സാന്നിധ്യം ശരിക്കും ഒരു നിറസാന്നിധ്യം തന്നെയാണ്. പലപ്പോഴും പല വേദികളിലും നിയന്ത്രിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് അതൊരു വലിയൊരു ഗുണം തന്നെയാണ്. പൊതുവെ എങ്ങനെ പോലീസിൻ്റെ സേവനം ഇവിടെ എങ്ങനെ പ്രയോജനപ്പെടുത്തി സാർ? ഞങ്ങളുടെ സ്റ്റേഷൻ സ്ട്രെങ്ത് കൂടാതെ കാരണം വെച്ചാൽ ഇവിടെ 30 സ്ട്രെങ്ത്താണ് ഞങ്ങൾ ചുരുങ്ങിയത് ഇടയിൽ. ആ സ്ട്രെങ്ത് കൂടാതെ കാരണം വെച്ചാൽ AR ക്യാമ്പിൽ നിന്ന് 15 മെൻ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 10 മെൻ എക്സ്ട്രാ ആയിട്ട് അവിടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അവരിവിടെ ട്രാഫിക്കിൽ കാണാൻ ഇവിടെ കാണുന്നുണ്ടല്ലോ. അവിടെ കാണുന്ന ക്വിക്ക് റിയാക്ഷൻ ടീം ഏത് സമയത്ത് ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണുള്ളത്. പിന്നെ അദർ സ്റ്റേഷൻസ് 2 പേരായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് 50ഓളം സ്ട്രെങ്ത് ഞങ്ങൾ കാണാൻ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട് ഇവിടെ. കാരണം ഇതുവരെ ഒരു അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നല്ല ജനങ്ങൾ നല്ല സഹകരണമാണ്. പിന്നെ കൂടാതെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നല്ല ഇവിടെയൊക്കെ ഫുഡ് അവിടെയൊക്കെ കംപ്ലൈൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണുള്ളത്. കുട്ടികളുണ്ട്. വളരെ നീറ്റായിട്ട് പോയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും പൊതുവെ ഇത് റിപ്പോർട്ട് ചെയ്തില്ല. ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ടെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ. ഓക്കെ, താങ്ക് യു സാർ.